എടുത്തു വെച്ചോളൂ. ഇനി അടുത്ത കൺസൈൻമെന്റ് ഈ ബുധനാഴ്ച വൈകുന്നേരം 4 മണിക്ക്. ഓക്കെ സാർ? അമ്മയുടെ അസുഖത്തിന് തീരെ കുറവില്ല. ഏതെങ്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കാണിച്ചാലെന്ന് വിചാരിക്കുക. കുറച്ച് രൂപ കിട്ടിയിരുന്നെങ്കിൽ. ശരി. ഈ പടം കളിക്കുന്ന തിയേറ്ററിൽ പോണം. അതിപ്പോ ഈ പടം കളിക്കുന്ന തിയേറ്റർ ഏതാണെന്ന് എനിക്ക് അറിയില്ലല്ലോ സാറേ. അത് ഈ മോഹൻലാൽ പറയും പോലെ നമുക്ക് ചോദിച്ച് ചോദിച്ചു പോവാം. വണ്ടി വിടുമോനെ. സാർ ആള് കൊള്ളാലോ. സാർ ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യണം. ആ വരുന്നത് എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു കുട്ടിയാണ്. വേണ്ടപ്പെട്ടതെന്ന് പറഞ്ഞ അതിപ്പോ അത് മതി, അത് മതി. എങ്ങോട്ടാ? ഇവിടെ അടുത്ത 2 കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുന്നുണ്ട്. ട്യൂഷൻ എടുക്കാൻ പോവാണോ അതോ കഴിഞ്ഞു മടങ്ങാം? എന്താ? അല്ല, ഞാൻ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാം. അയ്യോ വേണ്ട, ഞാൻ നടന്നു പോയിക്കോളാം. അമ്മയുടെ ഓപ്പറേഷൻ എന്നാ വെച്ചിരിക്കുന്നത്? മുഴുവൻ കാശും അടച്ച ശേഷമേ ഹോസ്പിറ്റലുകാർ ഓപ്പറേഷന്റെ ഡേറ്റ് പറയൂ. ഞങ്ങളുടെ ഇന്നത്തെ അവസ്ഥയിൽ എല്ലാം ശരിയാവുന്നേ. വലിയ പ്രതീക്ഷയൊന്നും എനിക്കില്ല. ഏത് സമയത്തുള്ള അമ്മയുടെ കണ്ണീരൊന്നും മാറിക്കണ്ടാ മതിയായിരുന്നു. എന്നാ പിന്നെ ഞാൻ ശരി. സോറി സാർ. ഒന്നെ ഇയാള് കുട്ടിയെ വീട്ടിൽ വിടും. ഞാൻ നേരെ ഓട്ടെ പൊക്കോളാം. ലേറ്റ് ആയതുകൊണ്ടാണോ സാർ? അതൊന്നുമല്ല, രണ്ടുപേരുടെയും മനസ്സിലുള്ളത് നിങ്ങളുടെ മുഖത്ത് നിന്ന് എനിക്ക് വായിച്ചെടുക്കാം. ഞാനും ഈ പ്രായം കഴിഞ്ഞ് വന്നതല്ലേ. അയ്യോ സാർ, അങ്ങനെയുള്ള ഒരു അതിപ്പോ ഇല്ലെങ്കിലും താനെ നടന്നോളും.